കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. പാചകവാതക വിതരണ രംഗത്തുണ്ടായ വിലവർദ്ധനവിനെ തുടർന്ന് നാളെ സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടഞ്ഞുകിടക്കും. സമരത്തിന് മൂവാറ്റുപുഴയിലെ വ്യാപാര സമൂഹത്തിന്റെ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ. ഇന്ത്യയിലെ പാചകവാതക വിതരണ രംഗത്തുണ്ടായ വിലവർദ്ധനവ് കേരളത്തിലെ ഹോട്ടൽ വ്യവസായ രംഗത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ബുധനാഴ്ച കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കടകളടച്ച് സമരം നടത്തും. വാണിജ്യ പാചകവാതക വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ച് സമരം നടത്തുന്നത്. സമരത്തിന് മൂവാറ്റുപുഴയിലെ വ്യാപാര സമൂഹത്തിന്റെ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു. ഇന്ത്യയിലെ പാചകവാതക വിതരണ രംഗത്തുണ്ടായ വിലവർദ്ധനവ് പ്രത്യേകിച്ച് കേരളത്തിലെ ഹോട്ടൽ വ്യവസായ രംഗത്ത് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്യസംസ്ഥാന തൊഴിലാളികൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പോയതുകൊണ്ട് അടച്ചിട്ടിരിക്കുന്ന കടകളാണ്. ആ കടകളെല്ലാം തുറക്കാവുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഓരോ കടയിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപ ദൈനംദിന നഷ്ടം വരുന്ന നിലയിലേക്ക് ഈ പാചകവാതക വിലവർദ്ധനവ് കൊണ്ടുവരും. കേരളത്തിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് സ്ഥാപനങ്ങളും കുടുംബാംഗങ്ങളും ജീവിക്കുന്ന ഒരു മേഖലയാണ് ഹോട്ടലും ബേക്കറി അടക്കമുള്ള ഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള മേഖലകൾ. ചെറിയ കടികൾ വിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ ചെറിയ ബേക്കറികൾ ഉൾപ്പെടെ നിത്യജീവിതത്തിന് അന്നന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പാചക വില വർധനവ് പിൻവലിക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ്റെ കമ്മിറ്റി കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ കേരളത്തിൽ നടക്കുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നടത്തുന്ന കടകൾ അടച്ചിട്ടുള്ള ആ സമരത്തിന് മൂവാറ്റുപുഴയിലെയും വ്യാപാര സമൂഹത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് KSRTC സ്റ്റാൻഡിലോട്ട് നടക്കുന്ന പ്രകടനത്തിലും മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണകളും ഉണ്ടാകും. വരും ദിവസങ്ങളിൽ ഗ്യാസ് വർധനവ് വില വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ വലിയ സമരമുഖങ്ങളിലോട്ട് ഇപ്പോൾ ഹോട്ടലുകൾ മാത്രം അടച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ട് കൊണ്ടുള്ള സമരമാർഗങ്ങളിലേക്ക് സംഘടന മാറും. അതിന് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി അതിനുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂർ സമരത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വിലവർദ്ധനവ് പിൻവലിച്ചില്ലെങ്കിൽ വലിയ സമരമുറകളിലേക്ക് കടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.